കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും പണ്ടിപ്പുരാൾ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറിയുമായി ചേർന്ന ബന്ധപ്പെടുന്നവർ ട്രഷറർ ഉമ്മർ ഫാറൂഖ് അവർ പേരുമായൊരു നിയോജക കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ അവർ മറ്റൊന്നിന്റെ അംഗീകരിക്കக்கூடிய വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വൈസ് പ്രസിഡന്റ് സെക്രട്ടറിമാർ ജില്ലാ കൗൺസിൽ മെമ്പർമാർ എക്സിക്യൂട്ടീവ് മെമ്പറുകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈദ്യുതിയുടെ മെമ്പറുകൾ വ്യാപാരികൾ மற்றும் சகோதர சகோதரிகளே உங்கள் அனைவருக்கும் என்னுடைய அன்பான வணக்கத்தை தெரிவித்துக் கொள்கிறேன். நீங்கள் எல்லாம் ஆவலோடு எதிர்பார்த்துக் கொண்டிருக்கிறது நம்முடைய குழுக்கள் നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പ്രിയമുള്ള യൂത്ത് വിങ്ങിന്റെ പ്രവർത്തകരെ, വനിതാ വിങ്ങിന്റെ പ്രവർത്തകരെ, പ്രിയമുള്ള ഇന്നാട്ടിലെ നല്ലവരായ ജനങ്ങളെ, കഴിഞ്ഞ 2 മാസക്കാലത്തോളമായി നമ്മുടെ ഈ മേഖലയിൽ ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി നടപ്പിലാക്കിയിരിക്കുന്ന ഒരു വലിയ സമ്മാന പദ്ധതി അതിങ്ങനെ ആവേശത്തോടെ നടന്നു വരികയായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപാര സമൂഹം ഇതുപോലെ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമ്മാന പദ്ധതിക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചത് വളരെ വിജയകരമായിരുന്നു. എല്ലാ സ്ഥാപനങ്ങളിലും ഞങ്ങളുടെ നിശ്ചയതയ്ക്ക് സാധനം വാങ്ങുന്ന ആളുകൾക്ക് കൃത്യമായി കൂപ്പണുകൾ കൊടുക്കുകയും സൗജന്യമായി കൂപ്പണുകൾ കൊടുക്കുകയും ആ സൗജന്യ കൂപ്പണുകൾ ഇന്നിവിടെ 2 മാസക്കാലത്തിന് ശേഷം ആ പദ്ധതികളുടെ ഫലമായി ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിക്കുള്ളിൽ കൂടിയിരിക്കുന്ന വലിയ പ്രസ്ഥാനമായി വ്യാപാരി വ്യവസായ സമിതി എന്ന ഈ പ്രസ്ഥാനത്തിന് മാറുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മുടെ ഇടയിൽ ഞങ്ങള് വ്യാപാര മേഖലയിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഒരു വിഭാഗത്തിന്റെയും സഹായം ലഭിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അവശേഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഈ കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിലാണ്. കൊറോണ കാലഘട്ടത്തിൽ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗവൺമെന്റിന്റെ ഭാഗത്ത് വിവിധ സഹായ പദ്ധതികളുണ്ടായി. പണം ഉപയോഗിച്ചുകൊണ്ട് അവന്റെ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോയി. ഇല്ലാത്തവർ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ധാന്യവും ഭക്ഷണവും വളവുമൊക്കെയായി വളരെയധികം സാമ്പത്തിക സഹായം ചെയ്തു. പക്ഷേ ഈ രാജ്യത്തിലെ വ്യാപാരികളെ ലോക്ക് ചെയ്തുകൊണ്ട് കടകൾ തുറക്കാൻ പാടില്ല, പുറത്തെടുക്കാൻ പാടില്ല എന്നുള്ള അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടിച്ചൊരു കാലഘട്ടമായിരുന്നു. അന്നാണ് കേരളത്തിലെ വ്യാപാരി വ്യവസായ സമിതി എന്ന കേരളത്തിലെ സംഘടനയുടെ അംഗങ്ങൾക്ക് മനസ്സിലായി വിഷമമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വ്യാപാരികൾക്ക് താങ്ങാൻ കഴിയില്ല. കഴിഞ്ഞ 10, 45, 50 വർഷക്കാലമായി ഈ മേഖലയിൽ വ്യാപാരം ചെയ്യുന്ന ആളുകൾ ഒരു വലിയ അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്കത് പിടിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഈ അവസരത്തിൽ ജനുവരി 1-ാം തീയതി മുതൽ ഞങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിലൊക്കെ തന്നെ ഓരോ കുടുക്കകൾ വെച്ചുകൊണ്ട് ആ കുടുക്കയിൽ മത്സരങ്ങളെ കുറിച്ചുമായി സംസാരിക്കണമെന്നുകൊണ്ട് ഞാൻ ഈ നാട്ടുകാരുടെ രീതിയിൽ വളരെയധികം സംസാരിക്കും ശരിയല്ല എന്നുകൊണ്ടും ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. എന്താണെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ പദ്ധതി ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം പറഞ്ഞു. ഈ സമ്മാന കൂപ്പൺ കടലിൽ വെച്ചപ്പോൾ അത് ചോദിച്ചു വാങ്ങുവാൻ അംഗങ്ങൾ കാണിച്ച മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ വർഷവും ജനുവരി 1-ാം തീയതി വണ്ടിപ്പെരിയാറിലെ വ്യാപാര സമൂഹത്തിൽ നിന്നും ഓരോ ഭാഗ്യശാലികളെ ഒരു ഭാഗ്യശാലിയല്ല, ഒരു പറ്റം ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇതിനേക്കാൾ വലിയ സമ്മാനങ്ങൾ, ഇതിനേക്കാൾ കൂടുതൽ സമ്മാനങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് എല്ലാ വർഷവും ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മാറ്റം വരുന്നുണ്ട്. ഞാൻ എത്തിക്കൊണ്ട് പോകുന്നില്ല. വലിയ ഒരു ജനസമൂഹത്തിന്റെ ഇനി നറുക്കെടുപ്പിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാ ആഗ്രഹമായ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വ്യാപാരി വ്യവസായികളെ, പ്രിയമുള്ള വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എല്ലാവർക്കും ആദ്യമേ തന്നെ ന്യൂ ഇയറിന്റെ ആശംസകൾ നേരുകയാണ്. ഇന്നിവിടെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷിക്കുകയാണ്. ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഈ സ്റ്റേജിൽ നിറഞ്ഞ് സമ്മാനങ്ങള്, ഈ സമ്മാനങ്ങൾ നൽകുന്നത് പ്രിയപ്പെട്ട നജീബ് ജപ്പുറമ്പി, പ്രിയപ്പെട്ട ജെയിംസ് മുള്ളൂര്,
വേദിയിലും താമസിച്ചിട്ടുള്ള ഏകോപന സമിതിയുടെ നേതാക്കന്മാർ, പ്രിയമുള്ള വണ്ടിപ്രവർത്തക നേതാവായ നാട്ടുകാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, ഇന്ന് വണ്ടിപ്പെരിയാർ യൂണിറ്റ് കഴിഞ്ഞ 3 വർഷമായി നടന്നുകൊണ്ടിരുന്ന സമ്മാന കൂപ്പൺ പദ്ധതിയുടെ മെഗാ നറുക്കെടുപ്പാണ് നടക്കുന്നത്. വ്യാപാരികള് അവരുടെ ഏറ്റവും വലിയ പൂജ്യരായി കാണുന്ന ബഹുമാനപ്പെട്ട ഉപഭോക്താക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മെഗാ സമ്മാന നറുക്കെടുപ്പ് പദ്ധതി. ഒരു വലിയ ഒന്നാം സമ്മാനം ബൈക്കൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് മുഖ്യം വാശിപ്പിച്ചിരുന്നു. ഒട്ടനവധി സമ്മാനങ്ങളുമായിട്ടാണ് വണ്ടിപ്പെരിയാർ യൂണിറ്റ് ഇങ്ങനെ ഒരു സമ്മാന പദ്ധതി നടപ്പാക്കാൻ 3 മാസം മുൻപ് തീരുമാനിച്ചത്. ഇന്ന് അതിന്റെ സമാപന ഞങ്ങളും നടക്കുന്നത്. വ്യാപാര മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും തങ്ങളുടെ യജമാനന്മാരായ ഉപഭോക്താക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന സദ്വിശ്വസത്തോടു കൂടിയാണ് ഏകോപന സമിതി അതിന്റെ സമ്മാനങ്ങൾ കൈമാറാൻ ഏകോപന സമിതി തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ പദ്ധതിയുടെ ജനകീയമായ ഒരു സ്വീകാര്യത വർദ്ധിപ്പിക്കണം, ഇതിന്റെ സുതാര്യത ആളുകൾക്ക് ശരിക്കും ബോധ്യമാകണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വണ്ടിപ്പെരിയാർ യൂണിറ്റ് കമ്മിറ്റി 5 കാര്യങ്ങളെയും വണ്ടിപ്പെരിയും ഒക്കെ നേടിയതിനുള്ള വണ്ടിപ്പെരിയാർ യൂണിറ്റ് കമ്മിറ്റി ഇന്ന് ഈ കഴിഞ്ഞ 3 മാസമായി ഇവിടെ നടപ്പാക്കി വരികയാണ്. അതായത് സാധാരണക്കാരായ വ്യാപാരികൾക്ക് ഒരു കൈത്താന് എന്ന ഒരു സഹായ പദ്ധതിയാണ് ഇവിടെ ഇന്ന് നടപ്പാക്കുന്നത്. ഡയാലിസിസ് വിധേയരാവുക എന്ന് പറയുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. മുരിക്കാശ്ശേരിയിൽ ഒരു ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്. അൽഫോൺസ പാലിയേറ്റീവിനോട് അനുബന്ധിച്ച് അൽഫോൺസ വണ്ടിപ്പെരിയാർ യൂണിറ്റ് പാവപ്പെട്ട വ്യാപാരികൾക്ക് കൈത്താനായി ഇടങ്ങൾ കുതിക്കുന്നു എന്നുള്ളത് തികച്ചും ശ്ലാഘനീയമായ കാര്യമാണ്. അതിനു വേണ്ടി ഒരു ഡംപിംഗ് ബോക്സ് അവർ കടകളിൽ സ്ഥാപിക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. 10-29 കടകളിൽ ബോക്സ് വെക്കുമ്പോൾ ഒരു 100 രൂപ വീതം അല്ലെങ്കിൽ ഒരു 500 രൂപ വീതം ഒരു മാസം കിട്ടിയാൽ ഒരു പക്ഷേ 10-50 പേർക്ക് ഒരു മാസം ഡയാലിസിസിന് സഹായം ചെയ്യാൻ കഴിയും എന്നുള്ള ആ ചാരിറ്റി പദ്ധതി ഇന്നിവിടെ നടപ്പാക്കുന്നു. അതിന് വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ തൊഴിൽ വ്യാപാരികളും പ്രത്യേകമായി അനുമോദനം അറിയിച്ചുകൊണ്ട് ഡയാലിസിസ് സഹായ പദ്ധതിയില് വ്യാപാരികൾക്ക് കയറ്റാൻ എന്ന ആ ചികിത്സാ സഹായ പദ്ധതിയിലെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അത് കൊടുത്ത് നമ്മുടെ ചികിത്സാ പദ്ധതിയിലെ ആദ്യത്തെ വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ ഈ ഹോളിച്ചൂടെ വലുതായ നല്ലതാണ്. ചാരിയിട്ടുണ്ട് കേട്ടോ. പിടിച്ചോണ്ടേ അണ്ണന്റെ അടുത്തൊരു 1 ലക്ഷം രൂപയൊക്കെ ചിലപ്പോ ഒരു മാസം വരും. അണ്ണൻ മാത്രം ഇട്ടാലും വരും. ഓക്കെ. പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അൻരാജ്, ഇവിടെ സഹായ പദ്ധതി ഉദ്ഘാടനം ചെയ്ത കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സണ്ണി പള്ളി, ഫാറൂഖണ്ണൻ, ഇവിടെ നിരവധിയായ എല്ലാവരുടെയും പേര് എനിക്കറിയാം. പക്ഷേ പേര് പറഞ്ഞ് സമയം കളയുന്നില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 11 മണിക്ക് താലൂക്ക് ഓഫീസിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞിരുന്നു എന്നെ വന്നാൽ ഉടൻ വിട്ടേക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് സംഭവിച്ചാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ കുറച്ച് സമയമെടുക്കും എന്നുള്ളത് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നു. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ഈ ഫ്ലക്സുകളെല്ലാം കണ്ടു, വ്യാപാരോത്സവം എന്ന ഫ്ലക്സുകളൊക്കെ കണ്ടെങ്കിലും കടയിൽ നിന്നൊന്നും സാധനം മേടിക്കാൻ കയറിയില്ല. കൂപ്പണും എനിക്ക് കിട്ടിയില്ല. ഞാൻ ഈ ബൈക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ടിക്കറ്റ് എടുക്കാതെ ലോട്ടറി അടിക്കുകയോ വലിയ നിരാശയിലാണ്.
അതുകൊണ്ട് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഒരു കാര്യം വളരെ പ്രധാനമാണ്. വ്യാപാരി സമൂഹം വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. അത് പഞ്ചായത്ത് ടാക്സ് കൊടുക്കുന്നതുകൊണ്ടോ കരം കൊടുക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല. വാൾമാർട്ട്, റിലയൻസ് തുടങ്ങിയ നിരവധിയായ സ്ഥാപനങ്ങൾ വ്യാപാരി സമൂഹത്തെ ഉച്ചോട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണ് ഇതിന്റെ പിന്നിലെ കാര്യം. അത് മനസ്സിലാക്കണം. നിർഭാഗ്യവശാൽ നിങ്ങൾ വ്യാപാരി സമൂഹവും അതൊന്നും മനസ്സിലാക്കാതെ എന്ത് ചെയ്യും? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുത്തിക്കൊടുക്കും. ഇവിടെ എന്തായാലും എനിക്ക് അക്കാര്യത്തിൽ എനിക്ക് ചർച്ചയൊന്നുമില്ല. എല്ലാവരും വൻപിച്ച ഭൂരിപക്ഷത്തിലല്ലേ വണ്ടിപ്പെരിയാറിലെ ജനത ജയിപ്പിച്ചത്. ആ സ്നേഹം ഒരിക്കലും എന്റെ മനസ്സിൽ നടത്തിയിട്ട് ഈ സമാധാനത്തോടെ തെരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും ഉചിതമായി ഇത് വിജയികളായി എല്ലാവരെയും ഞാൻ മുൻകൂറായിട്ട് അഭിനന്ദിക്കുന്നു. കിട്ടാത്തവർ നിരാശപ്പെടേണ്ട. വീണ്ടും ഇത്തരം പരിപാടികളൊക്കെ ആരംഭിക്കും, വീണ്ടും തുടങ്ങും. അപ്പോ നമുക്ക് അവസരം കിട്ടും. അടുത്ത പ്രാവശ്യം ഞാനും തീർച്ചയായിട്ടും കൂപ്പൺ എടുക്കില്ല, കൂപ്പൺ മേടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് തുടക്കം നമസ്കാരം.